നമസ്തേ. എല്ലാ ശിവാനന്ദലഹരി പ്രേമികൾക്കും ഭജഗോവിന്ദൻ സനാതന ധർമ്മ പീഠത്തിലെ എല്ലാ പഠിതാക്കൾക്കും ആചാര്യൻ്റെ വിനീതമായ നമസ്കാരമുണ്ട്. നമ്മൾ കഴിഞ്ഞ പാഠം 68-ാമത്തെ ശ്ലോകം വരെ ശിവാനന്ദലഹരി പഠിച്ചു. ഇന്ന് 69-ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ഗുരുസ്തുതി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവാനന്ദലഹരി ആചാര്യൻ്റെ കാവ്യകന്യകയായിട്ടാണ് പണ്ഡിത ലോകം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആചാര്യസ്വാമികൾ ശിവാനന്ദലഹരിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയെന്ന് കാണാം. സർവാലങ്കാരയുക്താം സരളപദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭിസംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണാഢ്യാം ഉദ്യദ്ഭൂഷാ വിശേഷാമുപഗതവിനയം ദ്യോതമാനാർത്ഥരേഖാം കല്യാണീം ദേവ ഗൗരീ പ്രിയമമ കവിതാ കന്യകാം ത്വം ഗ്രഹാണാം. സ്ലോ 69 കാണും. ജഡദാ പശുദാ കളങ്കിതാ കുടിലചരത്വം ച നാസ്തി മയി ദേവ അസ്തി ഇതി രാജമൗലേ ഭവതാഭരണസ്യ നാസ്മി കിം പാത്രം. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ജഡദാ പശുദാ കളങ്കിത കുടിലചരത്വം ച നാസ്തി മയി ദേവ അസ്തി യതി രാജമൗലേ ഭവതാഭരണസ്യ നാസ്തി കിം പാത്രം. അന്വർത്ഥം കാണാം. പദച്ഛേദമൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അവിടെ ആചാര്യസ്വാമികൾ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന് ജഡത, പശുത, കളങ്കിത, കുടിലചരത്വം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ജഡത, ജഡത്തിൻ്റെ ഭാവം വിശദമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം പഠിക്കുന്നവർക്ക് ഇതെന്താണ് ജഡത, ജഡത്തിൻ്റെ ഭാവം, മൗഢ്യം, ചൈതന്യമില്ലായ്മ. അതാണ് ഇതിനകത്ത് ഒന്നാമത്തെ അർത്ഥം വരുന്നത്. പശുത, മൃഗത്തിൻ്റെ സ്വഭാവം, അത് വിശേഷ ബുദ്ധിയില്ലായ്മയാണ് മൃഗത്തിൻ്റെ സ്വഭാവം, അതിവിടെ പറയുന്നുണ്ട്. കളങ്കിത, കളങ്കമുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. കുടിലചരത്വം, അത് വക്രത, വളഞ്ഞു തിരിഞ്ഞുള്ള യാത്രകൾ, വക്രബുദ്ധിയോട് പെരുമാറുന്നു. ദേവ, ലീലാലോലുപനായവനെ എന്ന ആചാര്യസ്വാമികളെ ഭഗവാനെ വിശേഷിക്കുന്നു. ദേവൻ. മയി, എന്നിൽ, നാസ്തി, ഇല്ല. അർത്ഥം ഇല്ല, നാസ്തി ഇല്ല. അസ്തിയതി എന്നർത്ഥം ഉണ്ടെങ്കിൽ. രാജമൗലേ, ചന്ദ്രനെ ശിരസിൽ അണിയുന്നവനെ. രാജമൗലേ, മൗലി, ചന്ദ്രൻ ശിരസിൽ അണിയുന്നവനെ, മൗലിയിൽ അണിയുന്നവനെ. ചന്ദ്രശേഖര എന്നുള്ള അർത്ഥമാണ്. ചന്ദ്രനെ മൗലിയിൽ അണിയുന്നവൻ ചന്ദ്രശേഖരൻ, ഭവാൻ. ഭവതാഭരണസ്യ, പദച്ഛേദം ചെയ്യുമ്പോൾ ഭവിത ഭരണസ്യ എന്ന് ചൊല്ലരുത്. ഭവിതാ ആകാരം നീട്ടിക്കൊടുക്കണം. ഭവതാഭരണസ്യ, അങ്ങയുടെ ആഭരണമാകുന്നതിന്. പാത്രം ന അസ്മിക്കും, കിം, ഞാൻ എങ്ങനെ പാത്രമാകും ആകും എന്നുള്ള കിം, പാത്രമാകാത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ജഡത, പശുത, കളങ്കിത എന്നിവയുടെ അതിവിദഗ്ധമായ പ്രയോഗമാണ് ആചാര്യസ്വാമികൾ ഇതിനകത്ത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജഡത 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മൂഢത,
പിന്നെ ജലം എന്ന അവസ്ഥ, രണ്ട് കാര്യങ്ങൾ, ജഡത, ചൈതന്യമില്ലാത്ത അവസ്ഥകൾ. ഒന്നാമത്തെ മൂഢത ചന്ദ്രനെ കുറിക്കുന്നു. ചന്ദ്രനാണ് മൂഢത, മൗഢ്യമുള്ളത്. കാരണം ചന്ദ്രൻ ധാരാളം അബദ്ധങ്ങൾ ചെയ്തു കൂട്ടി ഗുരുകോപവും നേടിയ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. കൂടാതെ ഗുരുകോപം ഉണ്ടായി, അബദ്ധങ്ങൾ ചെയ്തു കൂട്ടി. ദക്ഷ പ്രജാപതിയുടെ 27 നക്ഷത്ര സുന്ദരികളെ ചന്ദ്രൻ വിവാഹം കഴിച്ചു. ചന്ദ്രമണ്ഡലത്തിൽ നക്ഷത്ര സുന്ദരികളെ വിവാഹം കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ രോഹിണി എന്നുള്ള ഒരു നക്ഷത്ര സുന്ദരിയോട് പ്രത്യേക താല്പര്യം കാണിച്ചപ്പോൾ മറ്റുള്ളവർ പിതാവായ ദക്ഷപ്രജാപതിയോട് പരാതി പറഞ്ഞു. കോപിച്ച ദക്ഷൻ കോപിച്ചുകൊണ്ട്, നിനക്ക് ക്ഷയം ബാധിക്കട്ടെ, ചന്ദ്രൻ്റെ ആ സൗന്ദര്യം അതിന് ക്ഷയം ബാധിക്കട്ടെ, ചൈതന്യം, മൗഢ്യം, മൂഢത ബാധിക്കട്ടെ എന്ന് ശപിച്ചു. അപ്പം ദിവസം പ്രതി ചന്ദ്രകലകളെന്ന് പറഞ്ഞ ദിവസം പ്രതി ഓരോ കലകളായും നഷ്ടപ്പെട്ടു. എന്നാൽ ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് നഷ്ടപ്പെട്ടത് ക്രമമായി പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, നഷ്ടപ്പെടുകയും പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യപ്പെട്ടിരുന്നു. ശാപം കൊണ്ട്, ശാപശക്തി കൊണ്ട് ക്ഷയിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഇനി വേറൊരു ശാപം ചന്ദ്രന് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ദേവഗുരു ബൃഹസ്പതിയുടെ ഭാര്യയെ അപഹരിച്ചു. അതിന് ഗുരുകോപവും ഏറ്റുപിടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചന്ദ്രന് പല കാരണങ്ങൾ കൊണ്ടും ജഡത നേടി ചന്ദ്രൻ. ആ ജഡതയുള്ള ചന്ദ്രനെയാണ് ഭഗവാൻ രാജമൗലി ചന്ദ്രൻ ഭഗവാന്റെ ശിരസിൽ അണിയിച്ചിരിക്കുന്നത്. അപ്പം ജഡത ഉള്ളതുകൊണ്ടാണ്, മൗഢ്യം ഉള്ളതുകൊണ്ടാണ്, ചൈതന്യമില്ല. ഭഗവാന്റെ ചൈതന്യം കൊണ്ട് ചന്ദ്രന് ചൈതന്യം നൽകുന്ന ഒരു കർത്തവ്യം ഭഗവാൻ ഏറ്റെടുത്തു. അപ്പോൾ അവിടെയും ശങ്കരാചാര്യ സ്വാമികൾ പരാതിപ്പെടുന്നുണ്ട്, ഒരു വിഷമം പറയുന്നുണ്ട്. ആ മൂഢനെ, ആ മൗഢ്യമുള്ള ആളിനെയും അങ്ങ് ശിരസിൽ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പം അടുത്ത് നമുക്കത് അതിൻ്റെ അവസാനം പരിസമാപ്തിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ കാര്യം ശരിക്കും മനസ്സിലാവും. രണ്ടാമത്തെ അർത്ഥം, ജഡതയ്ക്ക് ജലം എന്നുള്ളൊരർത്ഥം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ജലമായിരിക്കുന്ന അവസ്ഥ. ഭഗവാൻ ഗംഗാദേവിയെ ശിരസിൽ വഹിക്കുന്നു. അതുകൊണ്ടാണ് ഗംഗാധരൻ എന്ന പേര് ഭഗവാൻ ഉണ്ടായത്. ജലത, ജളത, ജഡത എന്നീ പദങ്ങളെ രൂപഭേദങ്ങളായിട്ട് പറയാം. അതിൻ്റെ ജഡതയുടെ ജ, ജലത്തിൻ്റെ ല, മൂഢതയുടെ ത. അപ്പം അങ്ങനെ കൽപ്പിക്കാം. ഇവിടെ ആചാര്യസമ്മേളനം ജലം ഒരു ജഡവസ്തുവായിട്ടാണ് പറയുന്നത്. ശിവൻ്റെ ആഭരണമായ ചന്ദ്രനും ശിവൻ്റെ ഭൂഷണമായ ഗംഗയും ജഡതയുള്ളവരാണ്, മൗഢ്യമുള്ളവരാണ്, ചൈതന്യമില്ലാത്ത പ്രത്യേക വസ്തുക്കളാണ് ഇത് രണ്ടും എന്ന് ആചാര്യസ്വാമികളോട് വിശേഷിപ്പിക്കുന്നത്. ജഡതയുള്ളവരാണ്. അടുത്ത് പശുത എന്താണ്? പശു, മൃഗം. അറിയാലോ, പശുപതി മൃഗം. ശിവൻ്റെ ഭൂഷണമായ ചന്ദ്രൻ മൃഗത്തെ പോലെ വിവേകമില്ലാതെ പെരുമാറിയതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇവിടെ ചന്ദ്രൻ തൻ്റെ ശിരസിൽ ഒരു മൃഗത്തെ ഭൂഷണമായി അണിയുന്നുണ്ട്. അത് അതുകൊണ്ടാണ് മൃഗാങ്കനെന്നും ശശിധരനെന്നും ചന്ദ്രന് പേരുള്ളതുണ്ട്. മൃഗാങ്കൻ, ശശിധരൻ. ഒന്ന് മുയിലെന്നും പറയാം, മാനെന്നും പറയുന്നുണ്ട്. ശിവന്റെ കയ്യിലുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ ഒരു മാനാണ് ശിവന്റെ കയ്യിലുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ. ഇത് കണ്ടുകൊണ്ടാണ്, ഇത് രണ്ടും കണ്ട കവി തന്നെ ശിവന്റെ ഭൂഷണമകൻ പശുത, മൃഗം, വിവേക ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അതൊരു യോഗ്യത ആയിട്ട് കരുതുന്നു. ആ യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ കയ്യിൽ മാനിനെ ധരിച്ചിരിക്കുന്നത് എന്നിവിടെ പറഞ്ഞു. കളങ്കിത, കളങ്കമുള്ള അവസ്ഥ. തെളിഞ്ഞ ചന്ദ്രൻ നോക്കുമ്പോൾ ഒരു കറുത്ത അടയാളം കാണാം. അത് മാനെന്നും മുയിലെന്നുമാണ് പറയുന്നത്. ഒപ്പം ശിവന്റെ കയ്യിൽ ഒരു കവാലമുള്ള തലയോട്ടിയുണ്ട്.
ശിവനെ കവാലിയായി പറയാറുണ്ട്. കപാലമുള്ളതുകൊണ്ട് കവാലിയായി പറയുന്നുണ്ട്. ആ തലയോട്ടി കൊണ്ടാണ് ഭഗവാൻ ഭിക്ഷാപാത്രമായി ഉപയോഗിക്കുന്നു. ആ തലയോട്ടി കപാലത്തെ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കഥയുണ്ട്. ഭഗവാന്റെ ശിവനെ ബാധിച്ച ബ്രഹ്മഹത്യ പാപത്തിൻ്റെ പ്രതീകമാണ് ആ തലയോട്ടി, ആ കപാലം. അതുകൊണ്ടാണ്, ആ ശാപം കൊണ്ടാണ് ശിവൻ ധരിക്കേണ്ടി വന്നത് എന്നൊരു പാപത്തിൻ്റെ അടയാളമായി കളങ്കഭൂഷണമായി ധരിക്കുന്നു എന്ന് പറയാം. ശിവന് ബ്രഹ്മഹത്യ പാപം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതാണ്, അതിൽ നിന്നാണ് കപാലം ഉണ്ടായത്. അതായത് ത്രൈലോക്യാധിപൻ ബ്രഹ്മദേവൻ ത്രൈലോക്യാധിപതിയാണ് എന്നുള്ളൊരു അഹങ്കാരം ബ്രഹ്മദേവനുണ്ടായി. അതിനാൽ ബ്രഹ്മാവിൻ്റെ ഒരു തല ഭഗവാൻ നുള്ളിക്കളഞ്ഞു. ബ്രഹ്മാവിൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ബ്രഹ്മഹത്യ പാപമായിട്ട് കണ്ടു. അത് കാലഭൈരവ രൂപത്തിലാണ്. ആ ഭഗവാൻ കാലഭൈരവൻ്റെ രൂപത്തിൽ വന്നാണ് ആ 4 വേദങ്ങൾ 4 തലകളെന്നാണ് പറയുന്നത്. അപ്പോൾ 5ാമത്തെ തല നുള്ളിക്കളഞ്ഞത്. അതുകൊണ്ടാണ് കപാലം, അത് വെച്ചാണ് കപാലം ഒരു ശാപമായിട്ട്, അത് ഭഗവാന്റെ അലങ്കാരമായിട്ടും പിന്നീട് പിൽക്കാലത്ത് വന്ന ശിവയോഗിമാരുമെല്ലാം കപാലത്തെ ഭിക്ഷാപാത്രമായിട്ടും അതിൻ്റെ അടയാളമായിട്ടും കഴുത്തിൽ വരെ ധരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ആ കഥ പറയുന്നത്. ബ്രഹ്മഹത്യ പാപം എന്ന് പറയുന്നത്. കുടില ചരത്വം, വക്രഗതി, വളഞ്ഞു പുളഞ്ഞുള്ള പോക്ക്. ശിവൻ്റെ ആഭരണമായ ചന്ദ്രൻ ക്രമമായി ക്ഷയിക്കുകയും വളരുകയും ചെയ്യുന്ന രൂപമുണ്ട്. ശാപം കൊണ്ട് പറഞ്ഞു. ദക്ഷപ്രജാപതിയുടെ ശാപം, കലകൾ നശിച്ചു പോട്ടെ എന്നുള്ള ശാപം നേരത്തെ പറഞ്ഞു. ഭഗവാൻ നാഗഭൂഷണനാണ്. മാലയായും കങ്കണമായും ജടാബന്ധനായും ഭഗവാൻ പാമ്പുകളെ അണിയുന്നു. ഭഗവാൻ മാലയായിട്ട് അണിയുന്നുണ്ട്, കങ്കണം കൈവളയായിട്ട് നാഗത്തെ ധരിക്കുന്നുണ്ട്, ജടയിൽ ബന്ധിച്ചിരിക്കുന്നു. കുടിലമതിയായാലും ഭഗവാന്റെ ആഭരണമാകാം എന്ന് സംഗ്രഹിക്കാം. കുടില ചരത്വം. ഇതെല്ലാം ചേർത്ത് 2 തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ആചാര്യസ്വാമികൾ. ഒന്ന് ജഡതയും പശുതയും കളങ്കിതവും കുടില ചരത്വവുമുള്ള ചന്ദ്രനെ ഭഗവാൻ ഭൂഷണമായി അണിയുന്നു. ഒന്ന് നോക്കണം, ചന്ദ്രൻ്റെ നമുക്കിവിടെ ഭഗവാൻ ഇത്രയും ഉണ്ട്. ജഡതയുണ്ട്, പശുതയുണ്ട്, വിവേക ബുദ്ധിയില്ല, കളങ്കിതനാണ്. എന്നിട്ടും ഭഗവാൻ ചന്ദ്രനെ അണിയുന്നു. ജലമയ്യായ ഗംഗയെയും ഭഗവാൻ ശിരസിൽ ധരിക്കുന്നു. പശുവായ മാനിനെയും കയ്യിൽ ധരിക്കുന്നു. കളങ്കിതമായ കപാലത്തെയും കുടില ചരത്വമുള്ള നാഗത്തെയും ഭഗവാൻ ഭൂഷണമായി അണിയുന്നു എന്ന്. കാരണം ഇത്രയൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും അത് അണിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാജമൗലേ ദേവ മൈ ന അസ്തി. പ്രകാശിക്കുന്ന ചന്ദ്രനെ ശിരസിൽ ധരിക്കുന്നവനും ലീലാലോലുപനായ ഭഗവാനെ മുൻപറഞ്ഞ ദോഷങ്ങളൊന്നും എനിക്കില്ല എന്ന് ആചാര്യസ്വാമികൾ. അങ്ങ് ചന്ദ്രനെ ശിരസിൽ ധരിക്കുന്നുണ്ടല്ലോ, ലീലാലോലുപനാണ് ഭഗവാനെ. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ ചന്ദ്രനിലുള്ള ഈ ദോഷങ്ങളൊന്നും എനിക്കില്ല. അസ്തി യതി ഭവതാഭരണസ്യ പാത്രം ന അസ്മി കിം. ഉണ്ടെങ്കിൽ അങ്ങയുടെ ആഭരണത്തിന് പാത്രമാകാത്തത് എന്ത് എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അങ്ങനെയുള്ള ദോഷങ്ങൾ ചന്ദ്രനെ അങ്ങ് മൗല്യം ധരിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ധരിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇതിനകത്ത് പറയുന്നത്. അതെന്താണ് പരാതി? ഭഗവാന്റെ ആഭരണമാകാൻ, അതാണ് അടിവരയിട്ട് പറഞ്ഞത്. ആഭരണമാകാൻ വേണ്ടത് ദോഷമില്ലായ്മയാണ്. യാതൊരു ദോഷവും ഇല്ലാത്തതാണ് ഭഗവാന്റെ ആഭരണമായി. അത് എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതല്ല. ഭഗവാന് ജഡതയില്ല, പശുതയില്ല, കളങ്കവുമില്ല, കുടിലതയുമില്ല. ഈ അവസ്ഥകളാണ് ഈശ്വരന് അലങ്കാരമായിട്ടുള്ളതെന്ന് ആചാര്യസ്വാമികളിലൂടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ യോഗ്യത എല്ലാമുള്ള എന്നെ ഭഗവാനെ അങ്ങ് ആവരണമാക്കേണ്ടതാണ് എന്ന് ആചാര്യസ്വാമികൾ അങ്ങോട്ട് ദയാപൂർവം അപേക്ഷിക്കുന്നു. ഈ ദോഷങ്ങൾ ഉള്ളവയെയല്ലേ ഇതുവരെ നെന്തിലൊടിക്ക് ഭൂഷണമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ താരതമ്യം ചെയ്യുകയാണ്. ഈ ദോഷങ്ങളുള്ള നാഗത്തിനെയും പശു ഭാവത്തിലുള്ള മൃഗങ്ങളെയും ഇതൊക്കെയാണല്ലോ അങ്ങ് ധരിക്കുന്നത്. പക്ഷേ എനിക്ക് ദോഷങ്ങളൊന്നും ഇല്ലല്ലോ, എന്തുകൊണ്ട് എന്നെ സ്വീകരിക്കുന്നില്ല എന്നൊരു അപേക്ഷയാണ് അതിനകത്തുള്ളത്.
ദോഷങ്ങളുള്ളവയെ സ്വീകരിച്ച് ദോഷങ്ങളില്ലാത്തവയാക്കി തീർക്കുന്ന കരുണാമയനാണ് ഭഗവാൻ എന്ന് ആചാര്യസ്വാമിയുടെ ഭഗവാനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കളങ്കിതം ആയ ഈ വസ്തുക്കളെ ഭഗവാൻ ധരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള യാതൊരു ദോഷങ്ങളുമില്ല. എന്നെ അതൊരു അങ്ങ് ധരിക്കാത്തതിന് ഒരു യോഗ്യതയായി അത് ഞാൻ കരുതിക്കോട്ടെ. പക്ഷേ എൻ്റെ നിഷ്കാമമായ ഭക്തിയാണ് എനിക്ക് ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നെയും അങ്ങയുടെ മനസ്സിൽ ധരിക്കണമേ എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നതും. നമുക്ക് പശുഭാവമുണ്ട്, ജഡതയുണ്ട്, ജാള്യതയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ മനസ്സിനകത്തുള്ള ഭക്തി ആണ് ആചാര്യസ്വാമികളോട് വിശേഷിപ്പിക്കുന്നത്. ഇതാണ് ശിവാനന്ദ ലഹരി എന്നുള്ള ഈ പാഠത്തിൻ്റെ ആപ്തവാക്യം.